വീക്കെൻഡ് ആയിട്ട് ഞങ്ങൾ ഇന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോവാണ് ഫാമിലി ആയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ, ഇതെൻ്റെ അനിയത്തി, എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. ബസ്സിനാണ് വന്നത്. പാർക്കിലേക്ക് നടക്കുന്ന വഴി ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് മക്കൾ അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു കൗതുകത്തിന് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് മാത്രം. ഒരു കൗതുകത്തിന് ഞാനും പറയും ഒന്നും വാങ്ങിത്തരില്ല, മര്യാദക്ക് പാർക്കിലേക്ക് വിട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അടുത്ത വണ്ടിക്ക് വീട്ടിലേക്ക് പോകുന്നു. അത് കേട്ടപാട് എല്ലാവരും എടുത്തു വെച്ച് ഓടിയിട്ടോ പാർക്കിലേക്ക്. ബസ്സിലിരുന്ന് കച്ചു നല്ല ഉറക്കമായിരുന്നു. പാർക്ക് എത്തിയപ്പോഴാണ് വിളിച്ച് എഴുന്നേൽപ്പിച്ചത്. അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ചെറിയ ചിണുങ്ങലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാർക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ വേഗം മാറി ചില്ലായിട്ട് കാണുന്നതിലൊക്കെ അങ്ങ് വലിഞ്ഞു കയറാൻ തുടങ്ങി. മിന്ന ആദ്യം കയറിയത് ഈ ഡോൺഫിലിനായിരുന്നു. നല്ല ഫോഴ്സിലാണ് മൂപ്പരിരുന്ന് ആടുന്നത്. അവസാനം ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഒന്ന് ആഞ്ഞ് പരിശ്രമിക്കുകയാണെങ്കിൽ നീ താഴെ കിടക്കുമെന്ന്. അപ്പോൾ തന്നെ ചാടി ഇറങ്ങി. ഇത്ര നേരം കരഞ്ഞോണ്ടിരുന്ന ആളാണേ ആ ഓടിപ്പോകുന്നത്. തീറ്റിപ്പാലം കച്ചുവിന് ഭയങ്കര ഇഷ്ടമായി. എപ്പോൾ പാർക്കിൽ പോയാലും അവൾ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് തീറ്റിപ്പാലത്തിലാണ്. ഒന്നിറങ്ങും വീണ്ടും അതിൽ തന്നെ കയറും, പിന്നെ ഇറങ്ങും പിന്നെ അതിൽ തന്നെ കയറും. അവസാനം ഞാൻ പറഞ്ഞു മോളെ ഇവിടെ വേറെയും കുറേ സാധനങ്ങളുണ്ട്, കുറച്ചു നേരം അതിൽ കൂടി ഒന്ന് കളിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മൂപ്പർ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് മിന്ന ആദ്യം കളിച്ച ഈ ഡോൾഫിനിലേക്ക് കയറാൻ വേണ്ടി ഓടിപ്പോയത്. അവൾക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. ഞാൻ തന്നെയാണ് സഹായിച്ച് പിടിച്ചിരുത്തി കൊടുത്തത്. ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് ഈ കറങ്ങുന്ന സാധനത്തിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. പേടിയല്ല, കുറച്ചു നേരം ഒന്ന് കറങ്ങുമ്പോഴത്തേക്കും എനിക്ക് തല കറങ്ങുമായിരുന്നു. പക്ഷെ പിള്ളേരൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. കുറേ നേരം അതിനകത്ത് കറങ്ങുന്നുണ്ടായിരുന്നു. ഒരു ആൺകുട്ടി അതിനകത്ത് കിടന്നാ കറങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ ചോദിച്ചു നീ എന്തായി കാണിക്കുന്നതെന്ന്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ സ്പാർക്ക് ഉണ്ടാക്കുകയാണെന്ന്. എനിക്ക് മനസ്സിലായില്ല അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് കേട്ടോ. താലി കയറുന്ന കണ്ടിട്ട് ഓടി പുറകെ പോയതാണേ. പക്ഷേ കാണുന്നത്ര ഈസി ഇല്ലെന്ന് മനസ്സിലായപ്പോൾ മൂപ്പർക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പറുടെ ആത്മാഭിമാനം അതിന് സമ്മതിച്ചില്ല. വേണ്ട ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊക്കാളോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. അതുകൊണ്ട് മൂസി ചെന്നിട്ട് വേഗം കൈക്ക് പിടിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു കൊടുത്തു. വീണ്ടും അവസാനം കറങ്ങി തിരിഞ്ഞ് മൂപ്പര് എത്തിയത് വീണ്ടും തീറ്റിപ്പാലത്തിൽ തന്നെയാണ് കേട്ടോ. ഫോർട്ട് കൊച്ചി പാർക്കിൽ കുറേ ടൈപ്പ് ഓഫ് തീറ്റിപ്പാലങ്ങളുണ്ട്. മതിമക്കളെ കുറേ കളിച്ചില്ലേ, നമുക്കിനി ബീച്ചിലും കൂടി പോവാമെന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നുണ്ടായില്ല. എല്ലാവരും ഫുൾ ഓണായിട്ട് കളിക്കുകയായിരുന്നേ. അല്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. മക്കൾ കളിക്കുന്ന കണ്ടിട്ട് എനിക്കും കളിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ടായിരുന്നു. വാച്ച്മാൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്തേനെ. കുറേ നേരമായി മക്കളെല്ലാവരും ഇവിടെ കളിക്കുകയാണ്. ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരും ബീച്ചിലേക്ക് വരുന്നില്ല. കളിച്ച് മതിയായിട്ടില്ല. കുറേ നേരം ഇരിക്കുന്നതിന് ബീച്ചിൽ പോവാണ്. പക്ഷെ ആരും വരുന്നില്ല. സത്യത്തിൽ ഞാൻ അവരെ തപ്പി നടക്കുക. ഓരോരുത്തർ 4 പേര് 4 മൂലയിലേക്ക് പോയി. ഒരു വിധത്തിൽ എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഒരു വിധത്തിൽ വരുന്നിട്ടുണ്ട് എല്ലാവരും. നേരെ നടക്കാം, ബീച്ച് കാണാം. ചെമ്മീനിന്റെ മണമല്ല, അത് മീനിന്റെ മണമാണ്. ഇവിടെ മീൻ പിടിച്ചിട്ട് വിൽക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് മീനിന്റെ മണം. അത് മീനിന്റെ സ്മെല്ലൊന്നും പിടിക്കുന്നില്ല. മീനെ പിടിക്കണോ? മീനെ പിടിച്ചു കൊടുക്കാനാട്ടോ പറയുന്നത്. പിടിക്കണോ മീനെ? വാപ്പിനോട് പറ വല വാങ്ങിച്ചു തരാൻ പറ, അപ്പൊ നമുക്ക് പിടിക്കാം. ബീച്ചിലേക്ക് നടക്കുന്ന വഴി അരികിൽ സമൂസ ചാട്ടും പാനിപൂരിയൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റോള് കണ്ടിട്ടോ. എനിക്ക് സമൂസ ചാട്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോകുമ്പോഴും സമൂസ ചാട്ടിൻ്റെ വണ്ടി കാണുകയാണെങ്കിൽ നിർത്തിയിട്ട് കഴിച്ചിട്ടേ പിന്നെ ഞാൻ പോകുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ചെറിയൊരു
ഓർമ്മയും പഴയ ഒരു നൊസ്റ്റാൾജിയും കൂടി എനിക്ക് ഇതിൻ്റെ പിറകിലുണ്ട്. കാരണം എൻ്റെ വാപ്പ ഉണ്ടായിരുന്ന സമയത്ത് പാലസ് റോഡിൽ, മട്ടാഞ്ചേരിയിൽ പാലസ് റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ ഗുജറാത്തീസൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവരുടെ മെയിൻ ഫുഡാണല്ലോ ഇത്. അവിടെയാണ് ഇതൊക്കെ ഫസ്റ്റ് ടൈം നമ്മുടെ കൊച്ചിയിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് വാപ്പ ഉണ്ടായിരുന്ന സമയത്ത് രാത്രിയിൽ എന്നെ എൻ്റെ ബ്രദറിനെ എപ്പോഴും കൊണ്ടുവരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. അപ്പോൾ എപ്പോൾ ഈ സമൂസ ചാട്ട് കണ്ടാലും കഴിച്ചാലും എനിക്ക് എൻ്റെ വാപ്പേനെ ഓർമ്മ വരും കേട്ടോ. ചാട്ടൊക്കെ കഴിച്ച് ബീച്ചിലേക്ക് എത്തിയപ്പോഴത്തേക്കും എനിക്ക് നല്ലതുപോലെ ദാഹിച്ചു. ഞാൻ ഒരു സർബത്ത് ഓർഡർ ചെയ്തു. ഞാനും ഉമ്മിയും മൂസിയും സർബത്താണ് ഓർഡർ ചെയ്തത്. അതിന് മുന്നേ മക്കൾക്ക് 4 പേർക്കും ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സമാധാനത്തോടെ ഞങ്ങൾക്ക് സർബത്ത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഉമ്മി സർബത്ത് കുടിച്ചിട്ട് മധുരമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, മഴ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ, ഞങ്ങൾ ഇട്ടിട്ട് ഓടും, അല്ലാതെ എന്ത് ചെയ്യാനാണ്. എനിക്ക് പൊതുവേ ഉപ്പ് സോഡ ആട്ടോ ഇഷ്ടം. ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് ഉപ്പ് സോഡ ഉണ്ടാക്കില്ലേ, എനിക്ക് അതാ കൂടുതൽ ഇഷ്ടം ഈ മധുരമുള്ള സർബത്തിനേക്കാളും. നല്ല പൊരിഞ്ഞ വെയിലത്ത് ദാഹിച്ച് വലഞ്ഞു വരുമ്പോൾ ഒരു ഗ്ലാസ് ഉപ്പ് സോഡ കുടിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം ഉണ്ടല്ലോ, അത് മറ്റെന്ത് കുടിച്ചാലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടില്ല. ഐസ്ക്രീം കട്ട് കഴിക്കട്ടെ രണ്ടുപേരും. എനിക്ക് കിട്ടിയില്ല. സ്നേഹം കണ്ടോ ഉമ്മാടെ അനിയത്തിയുടെ? അനിയത്തിയല്ല ആക്ച്വലി, നാത്തൂനാണ്. നാത്തൂനല്ല, ഏട്ടത്തിയാണ്. വെള്ളത്തിലിറക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നെങ്കിലും നല്ല തിരയുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളത്തിൽ ഇറക്കാൻ പറ്റിയില്ല. അവിടെ ആരും തന്നെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല തിരയായിരുന്നു. പിന്നെ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ആയിക്കോട്ടെ എന്ന് കരുതി കച്ചുവും താലിയും ആറും ഒക്കെ നല്ല ഡാൻസ് ആയിരുന്നു അവിടെ. പക്ഷേ മിന്ന ഒന്നിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വെള്ളത്തിൽ ഇറക്കാത്തതിൻ്റെ നല്ല കലിപ്പുണ്ടായിരുന്നു. ഇനി ഒരുപാട് പറഞ്ഞവൾ മനസ്സിലാക്കി, മോളെ പറ്റില്ല, ഡേഞ്ചറാണ് ഇറക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടും അവൾക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വെള്ളത്തിലിറങ്ങണം എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ചെറിയ കലിപ്പിലാണ് പിന്നെന്തിനാ ബീച്ചിൽ വരുന്നത് വെള്ളത്തിൽ കളിക്കാനല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. അവസാനം അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് മഴയില്ല, തിരയില്ല എന്നുണ്ടെങ്കിൽ ഇറക്കാം, കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കുറച്ച് ചായയും കോണുണ്ടല്ലോ, കോൺ ഉപ്പുമുളക് ഇട്ടതൊക്കെ, അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്നുകൂടി സമാധാനിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീക്കെൻഡ് യാത്ര. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്